الحمد لله إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فتلقى آدم من ربه كلمات فتاب عليه. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اتقوا الله عباد الله. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, ഏകനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ വിപുല മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ വസിയത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്നവിടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വർഗ്ഗത്തിൽ നടക്കുന്ന ഒരു സംഭവം സൂറത്ത് ബഖറയിൽ വിവരിക്കുന്നു. ഫതലഖ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിൽ നിന്നുള്ള ചില വാചകങ്ങൾ കേട്ട് പഠിച്ചു, അത് പറഞ്ഞു, അത് പ്രാർത്ഥിച്ചു. ഫതാബ അലൈഹി. അതുമൂലം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. ഏതാ വാചകമെന്നോ എന്താ പറഞ്ഞതെന്നോ ബഖറയിൽ വിവരിക്കുന്നില്ല. അത് പിന്നീട് സൂറത്ത് അറാഫിലാണ് അതിന്റെ വിശദീകരണം. എന്താണ് സംഭവം ഉണ്ടായത് നമുക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ആ പഴം കഴിക്കരുതെന്ന് പറയുകയും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പഴം കഴിക്കുകയും ചെയ്തു. ആ മരത്തിലേക്ക് കഴിക്കരുതെന്ന് പറഞ്ഞ ഹവ്വ ബിവിയ അതേപോലെ ആദം നബിയും രണ്ടുപേരും ഭക്ഷണം കഴിച്ചു, ആ കായ കഴിച്ചു. പിന്നീടാണ് മനസ്സിലായത് ആ കായ കഴിച്ചത് തെറ്റായിരുന്നു, പിശാചിന്റെ പ്രേരണ മൂലമാണ് അത് കഴിച്ചത്. ആ സമയത്ത് അല്ലാഹുവിൽ നിന്ന് ചില വാചകങ്ങൾ ഏറ്റു പറഞ്ഞു. ആ വാചകങ്ങൾ ഏതാ? റബ്ബന, അല്ലാഹുവിനോട് പറയുന്നു, റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ഒരു പ്രാർത്ഥനയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വ ബിവി ഖാല എന്നവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു. റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ, നീ ഞങ്ങൾക്ക് പുറത്തു നൽകിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അധഭാഗ്യന്മാരിൽ ഉൾപ്പെടും, അതുകൊണ്ട് നീ പുറത്തു തരണമേ. ഈ വാചകമാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൽ നിന്ന് കേട്ട് പഠിച്ച് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കും ഹവ്വ ബീവിക്കും പുറത്തു കൊടുത്തു. ഒരു സംഭവം. പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു സംഭവമായി വിവരിക്കുമ്പോൾ നൂഹ് നബിയുടെ പ്രാർത്ഥന പറയുന്നുണ്ട് സൂറത്ത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഖാല റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. നൂഹ് നബിയുടെ പ്രാർത്ഥന, അഹ്ലുകാരായ എന്റെ അഹ്ലുകാരെ മുഴുവനും സംരക്ഷിച്ചു കൊള്ളാമെന്ന് അല്ലാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അഹ്ല് എന്ന് പറയുമ്പോൾ കുടുംബമാണല്ലോ. പക്ഷെ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയി എന്റെ ഭാര്യയും മകനും. അപ്പൊ തന്റെ അഹ്ലുകാരെ സംരക്ഷിക്കാമെന്ന് അല്ലാഹു തന്ന വാഗ്ദാനം അത് ലംഘനമാണല്ലോ ജീവിതത്തിൽ അനുഭവമായി പുലർന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് ഖാല റബ്ബി, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇത് പ്രാർത്ഥിക്കാനുള്ള കാരണം അഹ്ലുകാരായ എന്റെ മകനെയും എന്റെ ഭാര്യയെയും സംരക്ഷിക്കാം എന്ന് അല്ലാഹു തന്ന വാഗ്ദാനം, ആ വാഗ്ദാനം എന്റെ ജീവിതത്തിൽ പുലർന്നിട്ടില്ല.
വിശ്വാസികളുമായിട്ടാണ് കപ്പൽ യാത്രയായത്, സഞ്ചരിച്ചത്. അത് നൂഹ് നബിയുടെ ഭാര്യയുമില്ല, മകനുമില്ല. ഇവർ രണ്ടുപേരും മരണപ്പെടുകയാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവെ നീ എന്റെ അയലുകാരെ സംരക്ഷിക്കുന്ന വാഗ്ദാനം നൽകിയിട്ട് എന്തുകൊണ്ട് എനിക്കത് നൽകിയില്ല? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിച്ച അഹ്ലുകാർ കുടുംബക്കാരെയും ഉൾപ്പെട്ടു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അഹ്ലുകാരെ ഉദ്ദേശിച്ചത് മുഅ്മിനീങ്ങളെയാണ്, വിശ്വാസികളെയാണ്. അത് അള്ളാഹു പുലർത്തിയിട്ടുണ്ട്. വിശ്വാസികളുമായിട്ട് എന്ത് ചെയ്തു? ആ യാത്ര, ആ കപ്പൽ എന്ത് ചെയ്തു? സഞ്ചരിച്ചു. വിശ്വാസികളെല്ലാം അള്ളാഹു രക്ഷിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിച്ച അഹ്ലുകാർ വിശ്വാസികളെയാണ്. എന്നാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അഹ്ലുകാരെന്ന് കരുതിയപ്പോ അത് മക്കളെയും ഭാര്യയെയും അത് ഉൾപ്പെടുമെന്ന ചിന്തയോടും കൂടിയാണ്. അതുകൊണ്ട് എന്നിൽ അറിയാതെ സംഭവിച്ചു പോയ അബദ്ധമാണ്. അള്ളാഹുവിനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. കാല റബ്ബി ഇനി അഊദു ബിക അൻ അസ്അലക, ഞാൻ നിന്നോട് ചോദിച്ചു പോയല്ലോ അപ്പൊ ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് അഹ്ലുകാരെന്ന് പറയുമ്പോൾ എന്റെ മകനും ഭാര്യയും പെടും. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. ഞാനത് അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ലായിരുന്നു. അള്ളാഹുവെ നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നീ മാപ്പാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ പരാജയത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അള്ളാഹു പുറത്തു കൊടുത്തു. ഈ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സീന പർവ്വതത്തിലേക്ക് 40 ദിവസം അള്ളാഹുമായി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം യാത്ര ചെയ്യുന്നുണ്ട്. അള്ളാഹുമായുള്ള സംസാരത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, മൂസ നബിക്ക് ഒരു ആഗ്രഹം, ഏതൊരു മനുഷ്യനുമുള്ള ആഗ്രഹമാണ് മൂസ നബി അവിടെ പറയുന്നത്. അള്ളാഹു എനിക്ക് നിന്നൊന്ന് കാണണം, എനിക്ക് നിങ്ങളെ നേരിട്ട് കാണണം, ആഗ്രഹമുണ്ട്. ഏതൊരു മനുഷ്യനെയും ആഗ്രഹമാണ് അള്ളാഹുവിനെ നേരിട്ട് കാണുന്നത്. ഈ ആഗ്രഹമാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് എന്നെ കാണാൻ സാധ്യത. ഒരു അടിമ നിനക്ക്, പ്രവാചകൻ നിനക്ക് മൂസ നബി എനിക്ക് കാണണം അള്ളാഹു എന്ന് പറയുന്നു. അള്ളാഹു പറഞ്ഞു നിനക്ക് എന്നെ കാണാൻ സാധ്യത. എനിക്ക് നീ ആ പർവ്വതത്തിലേക്ക് നോക്കും, ആ പർവ്വതത്തിന്റെ ഉച്ചസ്ഥാനം നിൽക്കുമെങ്കിൽ നിനക്ക് എന്നെ കാണാം. അള്ളാഹുവിന്റെ പ്രകാശം വരുമ്പോഴേക്ക് ആ പർവ്വതം ഒന്നാകെ പൊടിഞ്ഞുകൊണ്ടു, അതെല്ലാം ധൂളികളായി പോയി. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധം കെട്ടുകൊണ്ടു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ബോധം വന്ന സമയത്താണ് അള്ളാഹു ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു, എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ തരാനിൽ നിനക്ക് എന്നെ കാണാൻ സാധിക്കില്ല അള്ളാഹു, താങ്കൾ പറഞ്ഞതാ. പക്ഷെ ഞാൻ വീണ്ടും വാശി പിടിച്ചു, എനിക്ക് കാണണമെന്നത് ആഗ്രഹമുണ്ട്, അത് പാടില്ലായിരുന്നു. സുബ്ഹാനക അല്ലാഹു നീ പരിശുദ്ധനാണ്, നിന്നിലേക്ക് മടങ്ങുന്നു. ഞാനാണ് വിശ്വാസികളുടെ ഒന്നാമൻ എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നു. മൂന്നാമതൊരു സംഭവം കൂടി ചേർത്ത് വെക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് തബൂക്ക് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അന്നത്തെ വെയിലും സാഹചര്യമുള്ളതും കുറച്ച് ആളുകൾ മാറി നിന്നു. ഈ ആളുകൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ആളുകൾ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിലേക്ക് വന്നപ്പോൾ ഈ ആളുകളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് തബൂക്ക് യുദ്ധത്തിലേക്ക് വരാത്തത്? പലരും പല കാരണങ്ങൾ പറഞ്ഞു. എന്നാൽ 3 ആളുകൾ അവർ പ്രത്യേകിച്ച് കാരണം പറഞ്ഞ, പ്രവാചകരെ ഞങ്ങൾ അലംഭാവം കൊണ്ട് തന്നെയാണ്. പിന്നീട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നുണ്ട്. വേറെ എന്തൊരു ചേർത്ത് വെക്കാറുള്ളത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവമാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നാടിനെ പ്രബോധനത്തിന്റെ വഴിയിൽ തന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച സാഹചര്യത്തിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടുകാരെ ഉപേക്ഷിച്ച് യാത്ര തിരിക്കുന്നു. കപ്പലിൽ മത്സ്യം ഒഴുകുന്നു. ഈ സംഭവം നമുക്കറിയാം. കപ്പലിൽ മത്സ്യം ഒഴുകുന്നു. അതിനുശേഷം മത്സ്യം ഒഴുകിയതിനു ശേഷം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട്. ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അവിടെ ഇരുട്ടുകളിൽ നിന്ന്, മത്സ്യത്തിന്റെ ഇരുട്ടിൽ നിന്നും രാത്രിയുടെ ഇരുട്ടിൽ നിന്നും ആ സമുദ്രത്തിന്റെ അന്ധകാരത്തിൽ നിന്നും അല്ലാഹുവേ പരിശുദ്ധനാണ് നീ, എന്റെ വാർത്തി ഞാൻ അക്രമയിൽ കൊണ്ടുപോയി, ഞാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഏത് ഒരു സമൂഹത്തിനെ പ്രബോധനം ഏൽപ്പിച്ച സമയത്ത് അവരുടെ പ്രതീക്ഷ അസ്തമിച്ച് ഞാൻ അവരെ ഇട്ടെറിഞ്ഞു പോകുന്നത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ സ്വയം അക്രമയിൽ കൊണ്ടുപോയി, നീ മാപ്പ് നൽകണം എന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. ഞാൻ ഇത്രയും ആയത്തുകൾ മുന്നിൽ ചേർത്ത് വെച്ചത് ഈ ആയത്തുകളിൽ നിന്ന് കിട്ടുന്ന പാഠമുണ്ട് നമുക്ക്. എന്താണ് ഈ ആയത്തുകളിൽ നിന്ന് കിട്ടേണ്ട ഒരു പാഠം എന്ന നിലയ്ക്ക്, ഈ ആയത്തുകളിൽ ഈ പ്രവാചകന്മാർക്ക് ചെറിയ വീഴ്ചകൾ സംഭവിക്കുന്നു. വീഴ്ച എന്ന് പറയുമ്പോൾ ആദ്യ നബിയുടെ വീഴ്ച എന്ന് പറയുമ്പോഴും, അതുപോലെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആയാലും, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആയാലും, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആയാലും, നാം നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ വ്യഭിചാരം പോലെയോ അല്ലെങ്കിൽ മദ്യപാനം പോലെയോ കൊലപാതകം പോലെയോ മാരകമായ തിന്മകളൊന്നുമില്ല. മൂസ നബി എന്താണ് അള്ളാഹു നിന്നെ കാണണം എന്ന് ആഗ്രഹം പറഞ്ഞത്, പക്ഷെ ഞാനത് പറയാൻ പാടില്ലെന്നും ഖേദിച്ചു മടങ്ങുന്നു. അപ്പൊ ഈ ആയത്തുകളിൽ നിന്ന് കിട്ടേണ്ട പാഠം,
ഈ പ്രവാചകന്മാർക്ക് സംഭവിച്ച വീഴ്ച അവർ അംഗീകരിക്കുന്നു. ഒന്ന്. രണ്ട്, അവർക്ക് ആ വീഴ്ചയിൽ ഖേദമുണ്ട്. മൂന്ന്, ഇനി റബ്ബ് നമ്മൾ ഒരിക്കലും ആ ഒരു വിഷയത്തിലേക്ക് പോകില്ല എന്ന ശബ്ദവും അവരെടുക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇത്തരം ആയത്തിൽ നിന്ന് കിട്ടേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകൾ ഉണ്ടാവും, അപരാധങ്ങൾ ഉണ്ടാവും, മ്ലേച്ഛതകൾ ഉണ്ടാവും. ഈ മ്ലേച്ഛതകളെ ഇത് തിന്മയാണ്, എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മയാണ് എന്ന ബോധം അത് അംഗീകരിക്കാൻ എനിക്ക് പറ്റിപ്പോയി, എനിക്ക് വീഴ്ച പറ്റി. രണ്ടാമത് ആ വീഴ്ച നമുക്കൊരു ഖേദം വരണം. മൂന്നാമത് ഇനി ഒരിക്കലും തിന്മയിലേക്ക് ഇല്ല, ഞാൻ ഒഴിവാക്കി, എന്റെ ജീവിതത്തിൽ ഇനി ആ തിന്മയില്ല എന്ന ശബ്ദവും വേണം. ഇങ്ങനെ ശബ്ദം ചെയ്യാൻ നടക്കുന്നുവെങ്കിൽ അത് ഗൗരവമായ കുറ്റകരമായ കാര്യമാണ്, പറഞ്ഞത് അയിനായ വിഷയമാണ്, വാജിബായ സംഗതിയാണ്. തിന്മ എന്നത് മനുഷ്യന് സംഭവിക്കും. മനുഷ്യർക്ക് അവർ തിന്മ പറ്റും, അവരത് പറ്റിപ്പോകും. തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് ഉത്തമം. അതുകൊണ്ട് തിന്മ പറ്റാം, അപരാധം പറ്റാം, മ്ലേച്ഛത മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാം. അത് സംഭവിച്ചത് ഇരിക്കുകയല്ല വേണ്ടത്, ഉടനടി ഖേദിച്ച് മടങ്ങിയിരിക്കണം. അത് വാജിബായ സംഗതിയാണ്, ഫർദ് ഐനായ വിഷയമാണ്. ഫർദ് ഐനുണ്ട്, കിഫായമുണ്ട്. ഫർദ് കിഫായ എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കലും ഫർദ് കിഫായാണ്. സമൂഹത്തിന്റെ ഒരാൾ ബാങ്ക് കൊടുത്താൽ സമൂഹത്തിന്റെ ബാക്കിയുള്ളവരെല്ലാം ആ ശിക്ഷയിൽ രക്ഷപ്പെടും. എന്നാൽ ഫർദ് ഐൻ, എന്റെ നമസ്കാരം ഞാൻ തന്നെ നമസ്കരിക്കണം. അത് നാട്ടിലെ മഹിളയിൽ ഒരാൾ നമസ്കരിച്ചാലും എന്റെ ഉപ്പ നമസ്കരിച്ചാലും പോകില്ല. ഇതേപോലെ ഫർദ് ഐനായ വിഷയമാണ്. ഓരോരുത്തർക്കും അവരുടേതായ തിന്മകൾ വരാം. ആ തിന്മകൾ പറ്റിക്കഴിഞ്ഞാൽ അതിനൊരു ഖേദത്തോട് കൂടി തിരിച്ചു മടങ്ങണമെന്നത് ഫർദ് വാജിബായ സംഗതി, ഫർദ് ഐനായ വിഷയമാണ്. ഇവിടെ നിന്ന് ഫർദ് ഐനാണെന്ന തെളിവ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, തൂബൂ ഇലല്ലാഹ്, തൂബൂ ഇലല്ലാഹ്, തൂബൂ ഇലല്ലാഹ് തൗബത്തൻ നസൂഹ. നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം. എങ്ങനെയുള്ള തൗബ? തൗബത്തൻ നസൂഹ, ആത്മാർത്ഥതയോടെ തൗബ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന പദമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാര ശേഷം നാം പറയുന്ന അസ്തഗ്ഫിറുല്ലാഹ് എന്ന പദമല്ല, മനസ്സും നാവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത വാചകമല്ല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു പോകുന്നു. നമസ്കാരം നാം തിന്മയല്ല ചെയ്തത്, പിന്നെ എന്തുകൊണ്ട് നമസ്കാരത്തിന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു? അല്ലാഹുവേ, ഈ നമസ്കാരത്തിൽ എന്തെങ്കിലും പാഴപ്പിഴവ് സംഭവിച്ചെങ്കിൽ നീ പൊതു തരണേ. മറ്റേത് തൗബയാണ്, അതല്ല. ഈ തൗബയും ഇസ്തിഗ്ഫാറും രണ്ട് രീതിയിലാണ്. ഇവിടെ ഉദ്ദേശിച്ചത് ഫർദ് വാജിബായ ഫർദ് ഐനായ വിഷയം തൗബയാണ്. തൗബത്തൻ നസൂഹ, മനസ്സറിഞ്ഞിട്ട് നാം ചെയ്ത ചെറിയ തിന്മകളെ മനസ്സിൽ കൊണ്ടുവരണം. റബ്ബിനോട് ഏറ്റുവരണം, റബ്ബേ ചെയ്തു പോയി, പറ്റിപ്പോയി, ഇന്ന തിന്മ ഇന്ന നേരത്തെ ആരും കാണാതെ പറ്റിപ്പോയി. അത് എടുത്തു പറയണം. മനസ്സിൽ ആ തിന്മയെ കുറിച്ച് ബോധം വരണം. ആ മാനസികമായി ആ തിന്മയെ ആലോചിച്ച് അവന്റെ മനസ്സിലൊരു വേദന വരണം. അങ്ങനെ വേദനയോടുകൂടി തൗബത്തൻ നസൂഹ, ആത്മാർത്ഥതയോടുകൂടിയിട്ട് ഇനി റബ്ബേ പറ്റിപ്പോയതാണ്, ഇനിയില്ല അതിലേക്ക് എന്ന ആത്മാർത്ഥമായ ഖേദം വാജിബായ വിഷയമാണ്, ഫർദ് ഐനായ വിഷയമാണ്. തൗബത്തൻ നസൂഹ ആയിരിക്കണം. വെറുതെ റബ്ബേ അസ്തഗ്ഫിറുല്ലാഹ് പറ്റിപ്പോയി, അതല്ല. മനസ്സറിഞ്ഞ് മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം അത്തരം വിഷയങ്ങളിലേക്ക് ഇടപെടേണ്ടത് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത്? ഇവിടെയാണ് സ്വന്തത്തെ പറ്റി ഒരു ആലോചന. അള്ളാഹുവിനോട് കാണിച്ച ധിക്കാരങ്ങളും അള്ളാഹുവിനോട് കാണിച്ച കുറ്റബോധങ്ങളും ഓർത്ത് അവനവന്റെ മനസ്സ് വേദനിക്കാൻ നീറുക. ഒരു ദിവസം ഉറക്കം കിട്ടുന്നില്ല, കണ്ണടയുന്നില്ല. എന്തുകൊണ്ട്? അവനവൻ ചെയ്ത തിന്മ, റബ്ബിനോട് ചെയ്ത അപരാധങ്ങളും കുറ്റങ്ങളും ആലോചിച്ച് മനസ്സ് വേദനിച്ച ആൾ എത്ര ആളുകളുണ്ടാവും അങ്ങനെ മനസ്സ് വേദനിച്ചവർ? എന്തുകൊണ്ട് ആ രൂപത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല? ഖുർആൻ ഇറങ്ങിയതിന്റെ ലക്ഷ്യമായി വിവരിക്കുന്ന സൂറത്ത് ഹൂദ്. ഖുർആൻ ഇറങ്ങിയത് ഒരു ആയത്തല്ല. ഖുർആൻ ഇറങ്ങിയതിന്റെ ലക്ഷ്യമായി പറയുന്ന അല്ലാഹുവിന്റെ കലാം, അല്ലാഹു ഇറങ്ങിയതിന്റെ ലക്ഷ്യം ഒന്ന്, നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങാന, നിങ്ങൾ ഖേദിച്ച് മടങ്ങാന. ഖുർആൻ ഇറങ്ങിയതിന്റെ ലക്ഷ്യം, ഖുർആൻ ഒരു ആയത്തെന്നല്ല പറഞ്ഞത്, ഖുർആന്റെ വിഷയങ്ങളുടെ വിഷയമല്ല. ഖുർആൻ ഇറങ്ങിയതിന്റെ ലക്ഷ്യം തന്നെ മനുഷ്യരെ നിങ്ങൾക്ക് അപരാധം പറ്റിയത്, തിന്മകൾ പറ്റിയത്, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുവാന എന്ന് അല്ലാഹു സൂറത്തുൽ ഹൂദിലൂടെ വിശദീകരിക്കുന്നു. എന്തുകൊണ്ട് ആ വിഷയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ ആ ഭാഗത്തേക്ക് നമ്മൾ എത്താൻ പറ്റും. ഒരു തൗബയുടെയും ഒരു ഖേദത്തിന്റെയും വശം സാധാരണ ജുമുഅ ഖുതുബകളിലെ റമദാനിന്റെ അവസാനത്തെ 10 കളിലാണ് പറയാനുള്ളത്. എന്തുകൊണ്ട് ഈ സമയത്ത് നാം തിരഞ്ഞെടുത്തു? ഇത് മാറ്റിവെക്കാനുള്ളതല്ല. ഇതുവരെ നമ്മൾ 11 മാസം കഥ പറഞ്ഞു തീർത്തു, രാഷ്ട്രീയം പറഞ്ഞു തീർത്തു. ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെയല്ല. ഇതുവരെ പറഞ്ഞതിനെ കുറിച്ച് ആത്മാർത്ഥമായ ഒരു ഖേദം, ഒരു മുന്നൊരുക്കത്തിന് തയ്യാറാവേണ്ടവരാണ്. അതുകൊണ്ട് 3 കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ അവന് തൗബയുടെ പശ്ചാത്തലത്തിന്റെ ഭാഗത്തേക്ക് എത്താം. ഒന്ന്, അവനവന്റെ തിന്മകളെ പറ്റിയുള്ള സമീപനം.
മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം ചേർത്ത് വെച്ച ഈ വിഷയം പൂർണ്ണമായി. എന്താ അവനവന്റെ തെറ്റുകളെ പറ്റി, നമ്മുടെ തെറ്റുകളെ പറ്റി നമുക്കുള്ള ചിന്ത എന്താ? അതാലോചിച്ചാൽ മതി. ഇന്നൽ മുഅ്മിന, ഒരു വിശ്വാസി മനുഷ്യൻ, യറാദുനൂബഹു, അവന്റെ തിന്മകളുടെ സമീപനം, കഅന്നഹു ഫി അസ്ലി ജബലി യഖാഫു അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ തിന്മകളോടുള്ള അവന്റെ സമീപനം എന്താ? അവന്റെ തിന്മകളുള്ള സമീപനം ഒരു തലയിലേക്ക് വീഴാനിരിക്കുന്ന ഒരു പാറക്കെട്ട്, ഒരു മലയുടെ ചുവട്ടിൽ അവൻ ഇരിക്കുന്നു. ആ മലയുടെ പ്രത്യേകത അവന്റെ തലയിലേക്ക് ഇപ്പോൾ പാറക്കെട്ട്, ആ മല ഇപ്പോൾ അവന്റെ തലയിലേക്ക് വീഴും. ആ തലയിലേക്ക് വീഴാതിരിക്കുന്ന ഒരു മലയുടെ ചുവട്ടിൽ അവൻ എത്രമാത്രം നിർഭയത്തോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും നിൽക്കുന്നതോ അങ്ങനെയാണ് അവന്റെ തിന്മകളെ അവൻ കാണുന്നത്. അവന്റെ തലയിലേക്ക് വീഴാതിരിക്കുന്ന ഒരു പാറക്കെട്ട് പോലെ. എന്നൊരു തമ്മാടിയായ മനുഷ്യനോ അവന്റെ തിന്മകളോടുള്ള സമീപനം ഒരു ഈച്ചയെ പോലെ, അവന്റെ മൂക്കിൻ തുമ്പത്തിലുള്ള ഒരു ഈച്ചയെ പോലെ. ഒരു ഫാജിറായ ഒരു തമ്മാടി അവന് തിന്മകളുള്ള സമീപനം ഒരു ഈച്ചയെ പോലെ, ദുബാബി ഒരു ഈച്ചയെ പോലെ. ആ ഈച്ചയുടെ പ്രത്യേകത പറഞ്ഞാൽ അവന്റെ മൂക്കിൻ തുമ്പത്തിൽ ഒരു ഈച്ചരിക്കും, ഒരൊറ്റ തട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. അവന് നിസാരമാണ് എല്ലാ കാര്യങ്ങളും. ഇതാണ് ഫാജിറായ തമ്മാടിയായ ഒരു മനുഷ്യന് അവന്റെ തിന്മകളെ പറ്റിയുള്ള സമീപനം. എവിടെ നിൽക്കുന്നു നാം? ഇതിൽ ഏത് വിഭാഗത്താണ് നാം നിൽക്കുന്നത്? നമ്മുടെ അപരാധങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, പ്രയാസത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, പറ്റിപ്പോയി തിന്മകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തലയിലേക്ക് വീഴാതെ നിൽക്കുന്ന ഒരു പാറക്കെട്ടിന്റെ ചോട്ടിലിരിക്കുന്ന ഒരു പേടിയും ഭയമുണ്ടോ? അത് ഒരു ഈച്ചയെ പോലെ. അത് തിന്മയാണോ? നാട്ടിൽ എല്ലാവരും ചെയ്യുന്നവരെ, നാട്ടുകാരും ചെയ്യുന്നവരല്ലേ, എടാപ്പ ചെയ്യുന്നതല്ലേ, മൂത്താപ്പ ചെയ്യുന്നതല്ലേ, അയൽവാസി ചെയ്യുന്നവരല്ലേ, ഇത് നാട്ടിലെ ഒരു തിന്മയാണോ എന്നാണോ നാം കരുതുന്നത്? എവിടെ എത്തി നാം? ഒരു മുഅ്മിനിന്റെ വിഷയമാണോ അത് തമ്മാടിയുടെ ഫാജിറിന്റെ വിഷയമാണോ തിന്മകളോടുള്ള നമ്മുടെ സമീപനം എന്ന് ഒറ്റ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷയത്തിലേക്ക് എത്താമെന്ന. രണ്ടാമത് ചേർത്തത് അള്ളാഹുവിനെ കുറിച്ചുള്ള കാരുണ്യം. ആ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ചിന്ത ഉണ്ടാവുക. അവനവന്റെ തെറ്റുകളെ പറ്റിയുള്ള വീക്ഷണം അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് എത്തിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് മനുഷ്യരോട് ഒരു പൊതുച്ചിയായ ഹദീസ്, ഇബ്നു ആദം, അയ്യോ ആദമിന്റെ പുത്ര, ആദമിന്റെ സന്തതികളെ, നിങ്ങൾ എന്റെ അരികിലേക്ക് എത്തുന്നു, ഈ ഭൂമിയോട് വലുപ്പമുള്ള പാപവുമായി നീ എന്റെ അരികിലേക്ക് എത്തുന്നു. നീ എന്റെ പക്കൽ എത്തുമ്പോൾ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവനാണ്, നീ ശിർക്ക് ചെയ്യാത്തവനാണ്. പക്ഷേ നിന്റെ ജീവിതത്തിൽ ഭൂമിയോട് വലുപ്പമുള്ള പാപവുമായി നീ എന്റെ അരികിൽ എത്തുന്നു. നിന്റെ ജീവിതത്തിൽ ശിർക്കില്ല, അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നവനാ, സുജൂദ് ചെയ്യുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ശിർക്ക് സംഭവിക്കാത്തവനാണോ നീ? നിന്റെ ജീവിതത്തിൽ ഭൂമിയോട് വലുപ്പമുള്ള പാപവുമുണ്ട്. അങ്ങനെ നീ എന്റെ അരികിലേക്ക് എത്തുമ്പോ ഞാൻ നിന്റെ അരികിലേക്ക് വരും. ഭൂമിയോട് വലുപ്പമുള്ള മാപ്പുമായി. നിങ്ങളുടെ ജീവിതത്തിൽ ഭൂമിയോട് വലുപ്പമുള്ള പാപമുണ്ട്, തിന്മയുണ്ടോ? നിങ്ങൾ ശിർക്ക് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ അരികിലേക്ക് എത്തുമെന്ന നിങ്ങൾക്ക് ഭൂമിയോളം വലുപ്പമുള്ള കാരുണ്യവും മാപ്പുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണ്. ആ തയ്യാറായ നിൽക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നത് അല്ലാഹു കാണുന്നുണ്ട് എന്ന ബോധമില്ലാതെ നിങ്ങൾ ചെയ്തവരാണ്. ശരി, എനിക്കറിയാം, അല്ലാഹു പറയുന്നു നിങ്ങൾക്ക് മാപ്പ് തരാൻ ഞാൻ തയ്യാറാണ്. അല്ലാഹു മാപ്പ് നൽകാൻ തയ്യാറാണ്. പക്ഷെ ഇവരൊന്ന് ഏറ്റു പറയണ്ടേ? സംഭവിച്ചു പോയ തിന്മകളും ആ മ്ലേച്ഛതകളും ഏറ്റു പറയാൻ മനുഷ്യർ തയ്യാറാവുന്നില്ല. അല്ലാഹു പുറത്തു തരാൻ തയ്യാറാ. പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റു പറയാൻ തയ്യാറായ മതി. ഇവരത് ഏറ്റു പറയുക പോലുമില്ല. എന്നിട്ട് അല്ലാഹുവിനെ കുറിച്ച് പഴി പറയുന്നു. ഇവർ ആരോഗ്യത്തിന് പ്രശ്നം വരുമ്പോ, കുടുംബത്തിന് പ്രശ്നം വരുമ്പോ ആ സമയത്ത് മാത്രം അല്ലാഹു. ഇവര് തോന്നിവാസികൾ ചെയ്യുമ്പോഴും തിന്മകൾ സംഭവിക്കുമ്പോഴും കാണാത്തത് കാണുമ്പോഴും തൊടാത്തത് തൊടുമ്പോഴും അല്ലാഹുവിനെ കുറിച്ചൊരു ബോധമില്ല. ഇത് ചെയ്തതിനു ശേഷം ഒരു കുറ്റബോധമില്ല. ഇത് നേരിട്ട് പറയാം, പറ്റിപ്പോയി, അത് ചെയ്തു പോയി, അത് കൂട്ടത്തിൽപ്പെട്ട് പറ്റിപ്പോയി. റബ്ബേ, ഇവരൊന്ന് ഏറ്റു പറയണ്ടേ? അവൻ ഏറ്റു പറയാൻ അല്ലാഹു പൊരുത്തരാൻ തയ്യാറാണ്. നമ്മൾ ഏറ്റു പറയാതെ തയ്യാറായാൽ മാത്രം മതി എന്നാണ്. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ ഇങ്ങനെ സ്ത്രീയെ പിടിച്ചിട്ടുണ്ട്. ബന്ദികളായി പിടിച്ച കൂട്ടത്തിൽ ഒരു സ്ത്രീ അതിന്റെ കുട്ടിയെ അന്വേഷിക്കുക. കുട്ടിയെ പെട്ടെന്ന് കാണാൻ, കുട്ടിയെ കാണാത്തവർ കുട്ടിയെ അന്വേഷിക്കുന്നുണ്ട്. ആ ഉമ്മ വല്ലാത്ത വേദന. പിന്നീട് ആ കുട്ടിയെ കിട്ടിയ സമയത്ത് ആ ഉമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. സഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മ ആ കുട്ടിയെ നരകത്തിലിടോ, തീയിലിടോ? സഹാബാക്കൾ പറഞ്ഞില്ല, ഒരിക്കലും ഇല്ല. എന്നാൽ അതാ സ്ത്രീയുടെ കാരുണ്യം, സ്ത്രീക്ക് ആ കുട്ടിയോടുള്ളത് കാരുണ്യമാണെങ്കിൽ അല്ലാഹു യർഹമു ഇബാദിഹി മിൻ ഹാദിഹി വലദിഹ, ആ കുട്ടിക്ക് അല്ലാഹ്, ആ കുട്ടിക്ക് ഉമ്മയോടുള്ള കാരുണ്യമാണ് നിങ്ങൾ പറയുന്നുവെങ്കിൽ
അള്ളാഹുവിന്റെ ഇരട്ടിയാണ് എൻ്റെ അടിമകളോടുള്ള കാരുണ്യവും സ്നേഹവും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നത് മാത്രമേ വഴിയുള്ളൂ. അതിന് പിന്നെ ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. ആ ഏറ്റു പറയാൻ മനുഷ്യർ തയ്യാറാവുന്നവോ അവൻ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്നാണ്. അള്ളാഹു എല്ലാ നിലക്കും സ്വീകരിക്കും. അള്ളാഹു മനുഷ്യർക്ക് അവനവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളും അപരാധങ്ങളും ഓർത്ത് റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശപ്പെടപ്പെട്ടോ. അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാണ്. അവൻ നിങ്ങൾക്ക് എന്തും ചെയ്തു തരാൻ തയ്യാറാണ്. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ചില ആളുകൾ പറയും, നിനക്ക് ഞാൻ കൊടുത്തു തരാം, അമ്മ കൊടുത്തില്ല. വിഡ്ഢിത്തമാണത്, വിഡ്ഢിത്തം. അവൻ കൊടുത്തത് മനുഷ്യർക്കാണ് പുറത്തു കൊടുക്കാൻ മടി, നമുക്കാണ് മാപ്പ് നൽകാൻ മടി, നമുക്കത് പൊരുത്തപ്പെടാൻ മടി. നമ്മെ വേദനിപ്പിക്കുന്ന ഒരു വിഷയം വരുമ്പോ, നമ്മളെ മാനസികമായി വേദനിപ്പിച്ച ഒരു വാക്ക് വരുമ്പോഴേക്ക് അത് പുറത്തു കൊടുക്കാനും മാപ്പ് നൽകാനും മനുഷ്യർക്കാണ് മടി. അള്ളാഹുവിനോട് നിങ്ങൾ എത്ര അപരാധം ചെയ്തവരായാലും ശരി, അമ്മ കാണുന്നുണ്ട് എന്ന ബോധമില്ലാതെ ചെയ്തതാ. ചിലവരെ അന്ന് കാണുന്നുള്ള ബോധത്തോടു കൂടി ചെയ്യും. എന്നിരുന്നാലും ശരി, അതാണ് സ്വന്തത്തിനുള്ള അതിക്രമം പ്രവർത്തിച്ചവരായാലും റഹ്മത്തില്ല. നല്ല കാര്യം വിശാലമാണ്. അള്ളാഹു നിരാശപ്പെടരുത്. അള്ളാഹുവിന്റെ കാര്യം നിങ്ങൾ നിരാശപ്പെടരുത്. തിന്മ പറ്റിപ്പോയ നിരാശപ്പെടണ്ടാവും. അള്ളാഹുവിലേക്ക് മടങ്ങി. അള്ളാഹു എല്ലാത്തിനും പരിഹാരമുള്ളവനല്ലേ എന്ന് വലിയൊരു ആശയമാണ് ഇത്തരത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള എല്ലാ മാർഗവും സന്ദർഭവും ഈ റമദാനിന്റെ ആദ്യത്തെ 10 തന്നെ നാം തുനിയ. ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചത് മറന്നേക്കുക. ആത്മാർത്ഥമായി ആരുമില്ലാത്തൊരു സമയത്തോ ഒരു പള്ളിയുടെ മൂലയിലോ വീടിന്റെ എവിടെയിലൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാം. ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് അവനവനെ കുറിച്ച് ചിന്തിക്കാം. എന്താ എന്റെ ഹാല്, എന്താ എന്റെ അവസ്ഥ, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ നന്മകളെത്ര തിന്മകളെത്ര, എത്ര റമദാൻ കഴിഞ്ഞു പോയി, എന്തുകൊണ്ട് എനിക്കൊരു മാറ്റവും ഇല്ല, ഈ റമദാൻ എന്നെ കൊണ്ട് ഓടുന്നു, പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിരുന്ന ഒരു തിന്മ പോലും എനിക്കൊന്ന് വായിക്കാനോ അതിൽ നിന്ന് വിട്ടുമാറാനോ കഴിയുന്നില്ലെങ്കിൽ ഇപ്പോഴും റമദാനെ നോമ്പ് തുറന്ന് ആ തിന്മയിലേക്ക് ഞാൻ പോകുന്നു, അല്ലെങ്കിൽ എന്റെ മനസ്സ് അതിലേക്ക് ചാടുന്നുവെങ്കിൽ എനിക്ക് റമദാൻ കൊണ്ട് എന്ത് നേട്ടമാണ്? ഇതൊന്നും ഒരു മൂലയിൽ നിന്ന് മനുഷ്യൻ അവനവനെ ചിന്തിക്കേണ്ടതാ. എന്താ എന്റെ ഹാല്, ഇപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്താ എന്റെ അവസ്ഥ, ഈ റമദാനിക്ക് ഉപയോഗപ്പെടുത്തല്ലേ എന്ന് ആത്മാർത്ഥ ചിന്തയോട് കൂടി അവനവന് പത്തിപ്പെടുത്തി അള്ളാഹുവിനോട് അള്ളാഹു പുറത്തു തരാൻ തയ്യാറാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും പുറത്തു കൊടുക്കുന്ന കൂട്ടത്തിൽ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലും പുറത്തു തരാനും അതിനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم اشرف بالأنبياء والمرسلين وعلى آله وصحبه أجمعين. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, ഏകനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നീല മേഖലയിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാനാണ്. സ്വന്തത്തെ മറക്കാതെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. സൂചിപ്പിച്ചു വന്ന വിഷയം അവനവന്റെ തെറ്റുകളെ പറ്റിയുള്ള സമീപനം. അല്ലാഹുവിനോട് ഏറ്റു പറയാനും തൗബ ചെയ്യുവാനും അവന്റെ മനസ്സ് പാകമാവണമെങ്കിൽ 3 കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ മതി. 1, അവനവന്റെ തിന്മകളെ പറ്റിയുള്ള സമീപനം. 2, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചുള്ള ബോധം. 3, അവനവൻ മരണപ്പെടുമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ, മരിക്കണമെന്നില്ല. മരണത്തിനോട് തുല്യമായി ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. പക്ഷെ മനുഷ്യൻ മരിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യൻ ഒരു ആക്സിഡന്റ് ബാധിച്ചതാണ്, അല്ലെങ്കിൽ എന്തോ ഒരു സ്റ്റോക്ക് വന്ന ഒരു ഭാഗം ഒന്നാകെ കുഴയുന്നു, ശരീരം മുന്നിന് അനങ്ങാൻ വയ്യ. ചില ആളുകൾ ഒരു കുഴപ്പമില്ല, ഞാൻ നടന്നു പോകുന്ന സമയത്ത് ചെറിയൊരു വണ്ടി ഇടിച്ചൊന്നും താഴെ വീണതാണ്, ബോധം പോയി അബോധാവസ്ഥയിലാവുന്നു. പക്ഷെ ഈ മനുഷ്യൻ മരണപ്പെട്ടിട്ടില്ല, അങ്ങനെ കിടക്കുക, ബോധം വന്നിട്ടില്ല. നാം ഇവിടെ ഗൗരവമായി ചിന്തിക്കേണ്ടത്, ഒരു മനുഷ്യൻ തിന്മ ചെയ്തു അവൻ തൗബ ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് ഇവൻ എന്തെങ്കിലും പറ്റിപ്പോകുന്നു, ഇവൻ അബോധാവസ്ഥയിലാവുന്നു. ഈ മനുഷ്യൻ ചെയ്ത തിന്മക്ക് ഒരു ഖേദിച്ചിട്ടുമില്ല, തൗബ ചെയ്തിട്ടുമില്ല. അപ്പൊ ഇവൻ തൗബ ചെയ്യാത്തവനായിട്ട് അങ്ങനെ ബോധമില്ലാതെ പിന്നീട് അവൻ മരണപ്പെടുന്നത് ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യഖ്ബലു തൗബ, അല്ലാഹു തൗബ സ്വീകരിക്കുക അബ്ദി മാലം യുവഖിർ എന്ന് പറഞ്ഞാൽ അവന്റെ തൊണ്ടക്കുഴിയിലാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്നവർ അള്ളാഹു സ്വീകരിക്കും. ഫിർഔൻ തൗബ ചെയ്തിട്ടുണ്ട്, അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. എന്താ കാരണം? അവസാനം യുവാക്ക് തൊണ്ടക്കുഴിയിൽ റൂഹെത്തിയപ്പോ വെള്ളത്തിൽ മുങ്ങിച്ചാവും ഉറപ്പായപ്പോ അള്ളാഹുവിനോട് പറഞ്ഞിട്ട്, മൂസാന്റെ അള്ളാഹു ഞാനും വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് ഫിർഔന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചില്ല? അവിടെയാണ് എല്ലാവരും ജനിക്കുമ്പോൾ നമുക്കറിയില്ല ഞാൻ ജനിക്കുകയാണ്, അല്ലെ?
ജനിക്കുമ്പോൾ നമ്മൾ ജനിച്ചപ്പോൾ ഓർമ്മ ഉണ്ടാവും, ഞാൻ ഇന്ന ദിവസം ജനിച്ചത്, ഞാൻ എങ്ങനെയാണ് ജനിച്ചത്, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ ജനിക്കാൻ പോകുന്നത് ജനിക്കുന്നത് ഒരാൾക്കും അറിയില്ല. എന്നാൽ ഞാൻ മരിക്കുമ്പോൾ, ഞാൻ മരണപ്പെടുന്ന മനുഷ്യർക്ക് ബോധ്യപ്പെടുമെന്നാണ്. എല്ലാ ആളുകളും അത് ബോധ്യപ്പെടും. പക്ഷെ ഖുർആൻ പറയുന്നുണ്ടല്ലോ, കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് വദല്ല അന്നഹു ഫിറാഖ്. അവിടെയാണ് വിശദീകരിച്ചു കൊടുക്കുന്നത്. കല്ലാ ഇദാ ബലഗതി തറാഖിയ. അവിടെയുള്ള ആളുകളൊക്കെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് നമ്മുടെ മക്കൾ കൊണ്ടുപോകുന്ന ഉപ്പയുമായി ഐസിയിൽ കൊണ്ടുപോയി വെന്റിലേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ 1.5 ലക്ഷം രൂപയുടെ ഓപ്പറേഷനുമായി മക്കൾ എഴുതി നടക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. വഖീല മൻ റാഖ്. ഊതി കൊടുക്കാനുള്ളവർക്ക്, പറഞ്ഞു കൊടുക്കാനുള്ളവർക്ക്, മന്ത്രിച്ചു കൊടുക്കാനുള്ളവർക്ക് മന്ത്രിച്ചു കൊടുക്കുക. മക്കൾ ഇതിനു വേണ്ടി ഒഴുകുമ്പോ മനുഷ്യനെ കടങ്കാടുകള് തമ്മിലിങ്ങനെ കൂട്ടിയടിക്കുമ്പോൾ നാം മരണപ്പെടുമ്പോ നമുക്ക് മനസ്സിലാവും, ഞാൻ മരിക്കുകയാണ് പൊന്നുപോലെ. 1.5 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ ഓപ്പറേഷൻ വാപ്പാക്ക് വേണ്ട. വാപ്പ മലക്കുന്നതിനെ കാണുന്നുണ്ട്. ഞാൻ ഇപ്പൊ തീരുമാനം, ഇന്നല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ, കുറച്ച് നിമിഷങ്ങൾക്കകം ഞാൻ മരണപ്പെടുമോലെ എന്നും വാപ്പാക്ക് മനസ്സിൽ പറയണമെന്നുണ്ട്, നാവിൽ പറയണമെന്നുണ്ട്. അവൻ കണ്ട് ബോധ്യപ്പെടുന്നതായിരിക്കുമ്പോ നമ്മൾ മരണപ്പെടുമ്പോ ലക്ഷ്യങ്ങൾ ചെലവാക്കണം മോനെ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം മോനെ. എന്റെ യാത്ര കഴിഞ്ഞു, വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ സ്പീഡിൽ തനിക്ക് ഏറ്റവും വേഗതയിൽ മകൻ വണ്ടി ഓടിച്ച് കൊണ്ടുപോകുന്നു. വാപ്പയുടെ ജീവൻ രക്ഷിക്കാൻ വാപ്പാക്ക് മനസ്സിലാകുന്നു, മോനെ നീ കൊണ്ടുപോകണ്ട. ഹോസ്പിറ്റലിലേക്ക് എത്തും മുമ്പേ എന്റെ റൂഹ് വിട പറയും, ഞാൻ മരിക്കാൻ പോകുന്നു, എനിക്കത് ബോധ്യപ്പെടുന്നു. മനുഷ്യനെ കടങ്കാളികൾ കൂട്ടിയടിക്കും. അവനവനും ബോധ്യപ്പെടുമെന്ന് നാം മരിക്കുമ്പോൾ. പക്ഷെ നാം ജനിക്കുമ്പോൾ നമുക്കറിയില്ല നാം ജനിക്കുകയാണെന്ന്. നാം മരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, എന്റെ കഴിഞ്ഞു എന്ന്. ആ സമയത്ത് വിലപിച്ചതുകൊണ്ടോ മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടോ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇപ്പൊ ആരോഗ്യമുള്ള സമയ, തൊണ്ടക്കുഴിയിൽ റൂഹുള്ള സമയ, റൂഹ് പിടിക്കാൻ വരുമ്പോഴല്ല. അതുകൊണ്ട് തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് എത്തുന്നവരെ അള്ളാഹു തൗബ സ്വീകരിക്കും. അതുകൊണ്ട് ഈ ഒരു നിമിഷം റമദാൻ ആത്മാർത്ഥമായി പറ്റിപ്പോയതെന്ന് അള്ളാഹുവിനോട് ഒറ്റയ്ക്ക് നിന്ന് ഏറ്റു പറയാം. ആരും അറിയണ്ട, ആരും കാണണ്ട, നാട്ടുകാരുടെ നമുക്ക് പറ്റിപ്പോയി തിന്മ പറയും വേണ്ട. അള്ളാഹുവിനോട് നീ പറ, അള്ളാഹു എന്തിനും തയ്യാറാ. അള്ളാഹു പകലിൽ ഇങ്ങനെ പകലിൽ കൈകൾ നീട്ടിയിരിക്കുന്നു. ഈ മുസ്ലിം ഞാൻ രാത്രി അള്ളാഹു കൈകൾ നീട്ടിയിരിക്കും. പകലിൽ തിന്മ സംഭവിച്ച, തെറ്റ് സംഭവിച്ച ആളുകൾ രാത്രി അവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ, പറയട്ടെ, തൗബ ചെയ്യട്ടെ, ഞാൻ സ്വീകരിക്കാം. പകല് തന്റെ കടകളിങ്ങനെ നീട്ടിയിരിക്കും. കടകളിങ്ങനെ നീട്ടിയിരിക്കും പകൽ എന്തിനു വേണ്ടി? രാത്രി തിന്മ സംഭവിച്ചു പോയ, രാത്രി തെറ്റ് സംഭവിച്ചു പോയ ആള് പകൽ എന്നോട് കൊണ്ട് പറയട്ടെ, അവരെന്നോട് ഖേദിക്കട്ടെ, അവരെന്നോട് ഏറ്റു പറയട്ടെ, ഞാൻ അവർക്ക് തൗബ ചെയ്ത് കൊടുക്കാം, അവർക്ക് കൊടുത്തു കൊടുക്കാം, ഞാൻ തയ്യാറാ. അപ്പൊ വ്യത്യാസമില്ലാതെ പകലായാലും രാത്രിയായാലും, പകൽ തെറ്റ് സംഭവിച്ചവർക്ക് രാത്രിയും, രാത്രി തെറ്റ് സംഭവിച്ചവർക്ക് പകലും അള്ളാഹു തന്റെ കടകൾ നീട്ടിയിരിക്കുന്നു. നിങ്ങളൊന്ന് ഏറ്റു പറ, ഞാൻ തയ്യാറാണ് നിങ്ങൾക്ക് കൊടുത്തരാം. പക്ഷെ നിങ്ങളത് ഏറ്റു പറയാൻ പോലും തയ്യാറാവുന്നെങ്കിൽ നിനക്ക് ഞാൻ കൊടുത്തരണമെന്നോ, നിനക്ക് ഞാൻ കാലം തരണമെന്നോ, നിനക്ക് ഞാൻ വർക്ക് തരണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? എല്ലാം ചോദിക്കരുത്. നീ ഒന്ന് ഏറ്റു പറ, നീ എന്നെ ആലോചിക്കുക. അവിടെയാണ് പ്രാർത്ഥനയും ഏറ്റു പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ബോധം നമുക്കുണ്ട്, ചിന്തയുണ്ട്. എന്റെ നീക്കത്തിലും എന്റെ ചിന്തയിലും അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ളവരാണ് ഞാൻ. ബോധമുള്ളത് കൊണ്ട് തന്നെ അപ്പൊ നമ്മൾ പരിഗണിക്കും. ബോധം നമുക്ക് ഇല്ലെങ്കിൽ അപ്പൊ നമ്മൾ പരിഗണിക്കെന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണത്? നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നില്ല, ഒരു വാപ്പ മകനെ സ്നേഹിക്കുന്നില്ല, എന്നിട്ട് മകൻ വാപ്പയെ മാത്രം സ്നേഹിക്കണം പറഞ്ഞാൽ ന്യായമാണോ? ഇതല്ലേ അള്ളാഹു നമ്മോട് പറയുന്ന വിഷയമല്ലേ? നിനക്ക് സംഭവിച്ചു പോകും മനുഷ്യ, എന്നെ നോക്ക്, ഏറ്റു പറ, ഞാൻ തയ്യാറല്ലേ പൊതുതരാൻ. നിനക്ക് ഏറ്റു പറയാൻ പോലും മടിയ, പ്രയാസം. നിനക്ക് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കണ്ടെത്തി ചെയ്തു തരണമെന്നല്ലേ? അള്ളാഹു എത്ര കാരുണ്യവന. ഇത്രയും ചെയ്തു പോയിട്ട് അള്ളാഹ് മൊത്തത്തിൽ ശിക്ഷിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ജീവനോട് ഉണ്ടാവും. ഞാൻ ചെയ്ത തിന്മ, നമ്മൾ ഓരോരുത്തരും ചെയ്ത തിന്മയെ കുറിച്ച് അപ്പപ്പോ അള്ളാഹു ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ജീവൻ ഉണ്ടാവുമോ? നമുക്ക് ആയുസുണ്ടാവുമോ? അത്രമാത്രം അപരാധങ്ങളും തിന്മകളും മ്ലാഞ്ചതകളും തോന്നിവാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടില്ലേ? അറിയാതെ പറ്റിപ്പോയിട്ടില്ലേ? പറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ നല്ല പിടികൂടിയിട്ടില്ല. നല്ല പറഞ്ഞത്, നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ, ഞാൻ നിങ്ങൾ പുറത്തു തരാമെന്ന്. ആ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തരിക. അത് അപ്പൊ തന്നെ വേഗം തന്നെ വന്നത്. അപ്പൊ അബൂ മസ്ഊദ് അള്ളാഹുവിന്റെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നു. അദ്ദേഹം ഒരു അടിമയെ അടിക്കുക. അദ്ദേഹം ആ അടിമ എന്തോ പറഞ്ഞാൽ കേൾക്കാതിന്റെ പേര് അടിക്കുന്നത്. അബ്ദുല്ലാഹി മസ്ഊദ് അല്ല, അബൂ മസ്ഊദ് എന്ന് പറഞ്ഞ സ്വഹാബി. അപ്പൊ അബൂ മസ്ഊദ് അടിക്കുമ്പോ ബാക്കിൽ നിന്ന് ഒരാൾ കൈ വന്ന് പിടിച്ചു. അത് നോക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞു, ഈ അടിമയെ അടിക്കുന്നത് നിനക്കുള്ള ഉടമയുടെ ഒരു സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ
നിനക്കുമുണ്ട് ഒരു ഉടമ, ആ ഉടമ നിന്നെ അടിക്കാം എന്ന് പറഞ്ഞപ്പോഴും അള്ളാഹു നിന്നെ അടിക്കാം എന്ന് പറഞ്ഞപ്പോഴും അബൂബക്കറിന്റെ കൈകനെ താന്നുപോയി. ഈ അടിമയെ ഞാൻ അടിച്ച്, അടിമയെ ഞാൻ മോചിപ്പിക്കുന്നു. എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റി, അടിമ പറഞ്ഞത് കേൾക്കാതെ അടിച്ചത്, എന്നിരുന്നാലും ഞാൻ ചെയ്തു പോയല്ലോ, സാരല്ല പോയിട്ടോ, വിട്ടേച്ചു. അദ്ദേഹത്തെ അടിമയിൽ നിന്ന് മോചിതനാക്കി എന്നതാണ്. അപ്പൊ നാം ഇതിൽ നിന്ന് കിട്ടേണ്ട പാഠം, ഇതിൽ നിന്ന് എല്ലാവരും കുതുവയിൽ നമുക്ക് കിട്ടേണ്ട പാഠമാണ്. ഇത് നീക്കി വെക്കാനുള്ളതല്ല, മാറ്റി വെക്കാനുള്ളതല്ല. അവനവന്റെ വാജിബാണ്. അവൻ തൗബ ചെയ്യാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഗൗരവമുള്ള ശിക്ഷയാണ് അവനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നീട്ടിവെക്കലേ. സ്വീകരിക്കാമെന്ന് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ പശ്ചാത്താപം ഒരു മനുഷ്യൻ ചെയ്യുന്ന ജഹാലത്ത്, അവന് പറ്റുന്ന തിന്മ വാഴ്ച, ഇതിനെ മുഴുവൻ നമുക്ക് ജഹാലത്ത് എന്ന് പറയാം. ഒരു മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ തിന്മയും ജഹാലത്ത. ആ ജഹാലത്ത് അവന് സംഭവിച്ചു പോയി. ആ ജഹാലത്ത് സംഭവിച്ചു അവരുടെ ഉമ്മ വരട്ടെ, ഒരു ഹജ്ജ് വരട്ടെ, അടുത്ത റമള വരട്ടെ, പ്രായം 40 ആവട്ടെ, പ്രായം 50 ആവട്ടെ, 60 ആവട്ടെ, കാത്തിരിക്കാനല്ല. തെറ്റുപറ്റിയ ഉടനെ അള്ളാഹുവിലേക്ക് മടങ്ങി കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കും. അള്ള സ്വീകരിക്കാമെന്ന് പറഞ്ഞ, അള്ള ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ തൗബ അവര് സംഭവിച്ചു തിന്മ സംഭവിച്ചു, അവരത് സംഭവിച്ചു. നീട്ടിവെക്കൽ ആഴ്ചകളോ മാസങ്ങളോ അവസാനപ്പെട്ടവരെ നീട്ടിവെക്കലേ. നിനക്ക് ആവശ്യത്തിൽ എന്തുറപ്പാണത് റമളാൻ പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്? ഒരു ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഭാഗ്യം ലഭിക്കുന്നത് എന്തുറപ്പാണ് എടുക്കുന്നത്? ഉടനടി നീ മടങ്ങ് അല്ലാഹുവിലേക്ക്, ഉടനടി നീ മടങ്ങ് അല്ലാഹുവിലേക്ക്. അല്ലാഹു അത് ഏറ്റെടുക്കും. അല്ലാഹു എന്ന് പറയുന്നു പുറത്തു കൊടുക്കാം. നീട്ടിവെക്കുന്നു. പ്രായമാവട്ടെ, ഉംറ വരട്ടെ, ഹജ്ജ് വരട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കാതെ സംഭവിച്ചു പോയോ ഉടനടി മടങ്ങുന്ന പറ്റിപ്പോയി. ആത്മാർത്ഥമായ റബ്ബിനോട് ഉള്ള കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും എന്തൊക്കെ പറ്റിയോ ഒക്കെ എടുത്ത് പറഞ്ഞ റബ്ബേ പുറത്തു തന്നെ. അത് പറയുമ്പോ അത് മനസ്സിനെ വേദനിക്കണം. പറ്റിപ്പോയി, ആരും അറിയാതെ അവനവന്റെ തിന്മകളെ ആലോചിച്ച് അവനവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീര്, അള്ളാഹുവിന്റെ കാരണത്തെ കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിനെ പുറത്തു എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെ അത് അള്ളാഹു ഒരിക്കലും കാണാതിരിക്കുക നമുക്ക് പുറത്തു തരും. അതുകൊണ്ട് ഒരു ഖേദം, ഇനി ഞാൻ അതിലേക്ക് ഇല്ല റബ്ബേ, ഇനി ആ പിശാചിന്റെ ശബ്ദത്തിൽ നിന്നെ ഉൾപ്പെടുത്തുക റബ്ബേ, എന്റെ മാനസികമായ ചിന്ത അങ്ങോട്ടേക്ക് എത്തിക്കല്ലേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു വിഷയം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട പരിപാലനവുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തിൽ ഒരു മാസത്തിൽ തന്നെ ഏകദേശം 1 ലക്ഷം രൂപയോളം നമുക്ക് ഇവിടെ ചെലവ് വരുന്നുണ്ട്. അപ്പൊ അത് കണ്ടറിഞ്ഞ് നമ്മളിലുള്ള ഈ നല്ലവരായ നാട്ടുകാർ മാത്രം ഈ പള്ളി പരിപാലനത്തിനും നടത്തിപ്പിനും വേണ്ടിയിട്ടൊക്കെ കൊണ്ടുനടക്കുന്ന പള്ളി മദർസയും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ മക്കൾക്കും നമ്മുടെ മഹലിനും നമ്മുടെ ഈ നാടിനും വേണ്ടിയുള്ള സംരംഭത്തിലേക്ക് നമ്മുടെ പള്ളിയുമായി നമ്മൾ സുജൂദ് ചെയ്യുന്ന നമ്മുടെ പള്ളിയാണ്. ആ പള്ളിയിലേക്ക് നമ്മളെ കൊണ്ട് എന്താണ് സാധിക്കുന്നത്? ഈ നാട്ടുകാരായ ഓരോ ആളുകളും നൽകുന്ന, ഈ റമദാനിൽ നൽകുന്ന സ്വതക്കതയാണ് ഈ പള്ളി ഒരു വർഷം വരെ കൊണ്ടുപോകുന്നതാണ് ഇവിടുത്തെ നടത്തിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നവരാണ്. അതുകൊണ്ട് നമ്മളാ കഴിയുന്നത് പള്ളിയുമായി പരമാവധി സഹകരിക്കുക. ബനല്ലാഹു ബൈതൽ ഫിൽ ജന്ന, അള്ളാഹുവിന്റെ ദുനിയാവിലെ പള്ളിക്കൂടെ നിങ്ങൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ബൈതൽ ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഒരു പണി, ഒരു ബൈത്ത്, ഒരു ഭവനം നേടും നൽകുമെന്ന്. അതുകൊണ്ട് അത് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പരമാവധി സഹകരിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം ഇതിലേക്ക് ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് സക്കാത്ത് സൈന്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പള്ളിയിലുണ്ട്. അപ്പൊ ആ വിഷയത്തിൽ നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മുടെ സക്കാത്തുകളൊക്കെ ഇവിടെ കൃത്യമായ അവകാശങ്ങൾ തന്നെയാണ് എത്തിക്കുന്നത്. നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോകാം. ബഹു നമസ്കാരത്തിന് ശേഷം, എല്ലാ ബഹു നമസ്കാരത്തിന് ശേഷം ദിവസവും നമ്മൾ വ്യത്യസ്ത വിഷയങ്ങൾ ഇവിടെ ക്ലാസ് നടക്കുന്നത് നമ്മുടെ പള്ളിയിലാണ്. പരമാവധി ആ വിഷയത്തിൽ സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ക്ലാസ്സിലേക്ക് എത്തിച്ചേരാൻ പരിശ്രമിക്കുക. മറ്റൊരു കാര്യം കൂടി ഗൗരവത്തോടു കൂടി പറയുന്നത്, ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ MSMന്റെ കീഴിൽ CRE എന്ന റമദാൻ സുഹൃതം എന്ന പേര് സ്പെഷ്യലായിട്ട് വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി, നമ്മുടെ മഹലിലെ നാട്ടിലുള്ള വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി 6ാം ക്ലാസ് മുതൽ ഡിഗ്രി പ്ലസ് 6ാം ക്ലാസ് ഹൈസ്കൂൾ മുതൽ +1 +2 ഡിഗ്രി വരെയുള്ള കുട്ടികൾ, ആ കുട്ടികൾ മുഴുവനും നാം നമ്മുടെ മദ്രസയിലേക്ക് ഞായറാഴ്ച 10 മണിക്ക്, അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ഇവർക്ക് വേണ്ടി ഇവരുടെ കോളേജുകളിലും കലാലയങ്ങളിലും നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാലോ. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ ഓരോ വാർത്തകളും ഇത്തരത്തിലെ കൗമാരക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപരാധങ്ങളും നമുക്കറിയാം. അതിനുവേണ്ടി നമ്മളൊരു സംരക്ഷണം 3 ആഴ്ചയാണ് നമ്മുടെ മുന്നിൽ റമദാനുള്ളത്. അതുകൊണ്ട് നാം തുടക്കം വെക്കുന്നു. ഈ ഞായറാഴ്ച 10 മണിക്ക് നമ്മുടെ നാട്ടിലുള്ള 6ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികളെ
നമ്മുടെ മദ്രസയിലേക്ക് എത്തിക്കുക. അവർക്ക് ധാർമ്മികമായിട്ടുള്ള മൂല്യം, പ്രത്യേകിച്ച് അവരുമായി ഇടപെടാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയുള്ള ക്ലാസ്സുകളും രൂപമാനങ്ങളും ഏർപ്പെടുത്തികൾ നമ്മളുടെ ചെറുപ്പക്കാർ കുട്ടികൾ എല്ലാവരും അതിനു വേണ്ടി തയ്യാറാണ്. നമ്മൾ രക്ഷിതാക്കൾ അതിലേക്ക് ഗൗരവത്തോടുകൂടി അതിലേക്ക് നാം പറഞ്ഞയക്കണം. നമ്മുടെ മക്കൾ വഴി തെറ്റിപ്പോയാൽ പറഞ്ഞയക്കാതിന്റെ പേര് വാപ്പയും കുറ്റം അല്ലാഹു നൽകുന്നതാണ്. മാത്രമല്ല ഈ മക്കളെ നാളെ നമുക്കെതിരെ വിരുന്നിച്ചുട്ടും. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്നില്ല ഇവരെ എത്തിക്കുക. അവിടെയുള്ള കുട്ടികൾ വളരെ ഉഷാറാണ്. ഇവരെല്ലാവരും താല്പര്യമുള്ളവര്, ഇവർ തന്നെയാണ് ഇതിന്റെ നേതൃത്വം എല്ലാം നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം ഒരു വിഷയത്തിൽ കൂടി ഗൗരവം ഏറ്റെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു ഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ വന്നു പോയിട്ടുള്ള എല്ലാവിധ ചെറുതുപോലത്തെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് നന്മപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ വീട്ടുമിത്രാദികൾ, അയൽവാസികൾ, വേണ്ടപ്പെട്ടവർ, അവരെല്ലാം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുടെ സുഹൃത്തുക്കളുടെ കടം വീട്ടാനുള്ള വിശാലമായ അവസ്ഥ നൽകുന്ന റഹ്മാനെ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് ശഫാഅത്ത് പ്രദാനം നൽകുന്ന റഹ്മാനെ, ആരോഗ്യവും ദീർഘായുസ്സോടു കൂടിയുള്ള ആരോഗ്യത്തെ പ്രദാനം നൽകുന്ന റഹ്മാനെ, മുസ്ലിമായി ജീവിച്ചതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന ആളുകളുടെ അവർക്ക് ശാന്തി നൽകുന്ന റഹ്മാനെ, സമാധാനം നൽകുന്ന റഹ്മാനെ, ഞങ്ങളുടെ നാടിന് നീ സമാധാനം നൽകുന്ന ശാന്തി നൽകുന്ന റഹ്മാനെ, ഞങ്ങൾ മക്കളെ സ്വാലിഹായ മക്കളാക്കി തീർക്കുന്ന റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات احياء واموات انك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين.